എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഹിറ്റാച്ചി അവനിപ്പോ ഒരു മിഷന് വേണ്ടി പുറത്തേക്ക് പോവാണ്. അത് കണ്ട് അവന്റെ പപ്പ പറയും, എനിക്കിപ്പോ നിന്നെ കുറിച്ച് ഓർത്ത് ഭയങ്കര അഭിമാനമാണ്. കാരണം 8 വയസ്സില് നിന്റെ ശരീരം കണ്ണ് അത് അവേക്കനായിരിക്കുന്നു. സോ നീ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. നിന്റെ ഓരോ സ്റ്റെപ്സും ഇനി മുതൽ സൂക്ഷിച്ചു വേണം. അത് കേട്ട് ഹിറ്റാച്ചിക്ക് ഇപ്പൊ ഒരുപാട് ദേഷ്യമാവും. കാരണം അവന്റെ ഫ്രണ്ട് ഗെൻമ അവൻ മരിച്ചുപോയി. പപ്പയ്ക്കാണെങ്കിൽ അതിനെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ല. മിഷൻ ഹിറ്റാച്ചിയുടെ വിജയം അത് മാത്രമേ എപ്പോഴും അദ്ദേഹം ചിന്തിക്കുന്നുള്ളൂ. ഹിറ്റാച്ചി ആണെങ്കിൽ പുറത്ത് പ്രത്യേക ഭാവവ്യത്യാസമൊന്നും കാണിക്കില്ല. അവൻ പപ്പയോട് പറയും, ഓക്കെ പപ്പ, തീർച്ചയായിട്ടും ഞാൻ കെയർഫുൾ ആയിരിക്കും. ഇപ്പൊ ഞാൻ മിഷന് പോവാണെന്ന് പറഞ്ഞ് അവൻ പുറത്തേക്ക് പോവും. അപ്പ അവന്റെ അടുത്തേക്ക് കുഞ്ഞൻ സാസുക ഓടി വരും. സാസുക ചോദിക്കും, ചേട്ടന് വിരോധമില്ലെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഗെയിം കളിക്കാമോ? അതിന് ഹിറ്റാച്ചി പറയും, ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാന്ന് പറഞ്ഞ് ഹിറ്റാച്ചി അവൻ അങ്ങനെ നടന്ന് സി ഉച്ചയുടെ അടുത്തേക്ക് വരും. സി ഉച്ചിഹ ആളിപ്പോ ഒരു സ്ക്രോൾ എടുത്ത് കാണിക്കും. സി ഉച്ചിഹ പറയും, ഇന്നീ സ്ക്രോൾ വെച്ചാണ് ഞാൻ നിനക്ക് ട്രെയിനിങ് തരാൻ പോകുന്നത്. ഇതിന് ആക്ച്വലി 3 സ്റ്റെപ്പ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ്, എനിമയെ നമ്മൾ കറക്റ്റ് ആയിട്ട് ട്രാക്ക് ചെയ്യണം. അങ്ങനെ അവർ ട്രെയിനിങ് ഒക്കെ എടുത്ത് മുൻപോട്ട് ഉഷാറായിട്ട് പോവാണ്. അപ്പോഴായിരിക്കും വലിയൊരു പാമ്പ് അവർക്ക് നേരെ അങ്ങനെ പാഞ്ഞടുക്കുക. ഹിറ്റാച്ചി ആണെങ്കിൽ ഒരൊറ്റ വെട്ടിന് അതിനെ 2 കഷ്ണാക്കും. അതേസമയം ഇവിടെ സി ഉച്ചിഹ അവനാണെങ്കിൽ വില്ലന്മാര് കടന്നുപോയ ഓരോ ഭാഗങ്ങളും കറക്റ്റായിട്ട് കണ്ടു മനസ്സിലാക്കും. സി ഉച്ചിഹയുടെ ഒബ്സർവേഷൻ അത് കണ്ട് ഹിറ്റാച്ചി പോലും ഒരു സെക്കൻഡ് ഷോക്കാവും. സി ആണെങ്കിൽ ഒരു കമ്പെടുത്ത് ഹിറ്റാച്ചിക്ക് കാണിച്ചു കൊടുക്കും. മനുഷ്യൻ അവൻ ഇതുവഴി കടന്നു പോയാൽ അതിന്റെ അടയാളം കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണെന്ന് പറഞ്ഞ് ആ കമ്പിന്റെ ഓരോ ഭാഗങ്ങളും വളരെ ക്ലിയർ ആയിട്ട് ഹിറ്റാച്ചിക്ക് കാണിച്ചു കൊടുക്കും. അടുത്തതായിട്ട് സി ഒരു കല്ല് കാണിച്ചു കൊടുക്കും. ആക്ച്വലി ഈ ഒരു കല്ല് മറിഞ്ഞു കിടക്കുകയാണ്. അതിനർത്ഥം വളരെ സ്പീഡില് ഇതുവഴി ആരോ ഓടിയിട്ടുണ്ട്. അപ്പോഴായിരിക്കും ഹിറ്റാച്ചിയുടെ കണ്ണില് ഇതളുകൾ പൊഴിഞ്ഞു വീണ കുറച്ച് പൂക്കൾ കാണാം. ഹിറ്റാച്ചി പറയും, അവൻ ഇതുവഴി വന്ന് ഈ പൂക്കൾക്കിടയിലൂടെ ആയിരിക്കും ഒരുപക്ഷെ ഓടിയിരിക്കുക. അതുകൊണ്ടാണ് ഈ പൂക്കള് അത് പകുതി നശിച്ച നിലയിൽ അങ്ങനെ കിടക്കുന്നത്. അത് കേട്ട് സി ഉച്ചിഹ ആൾ ഇംപ്രസ്ഡ് ആവും. വാവ്, അങ്ങനെ നീയും എന്റെ ട്രാക്കിൽ വന്നു. ഉടനെ ഹിറ്റാച്ചി അവൻ അടുത്തുള്ള ഒരു നദിക്കരയിലേക്ക് വരും. അതിനുശേഷം സിയോട് പറയും, എനിക്കിനിയും എന്റെ എബിലിറ്റിയും കഴിവുകളും ഒക്കെ കൂട്ടണം. അത് കേട്ട് സി അവൻ ചിരിക്കും. എന്നിട്ട് കയ്യിലുണ്ടായിരുന്ന വാട്ടർ ബോട്ടിലില് ഒരല്പം വെള്ളം അവൻ കുടിച്ച് അത് ഹിറ്റാച്ചിക്ക് നേരെ നീട്ടും. സി പറയും, ആക്ച്വലി നീ ജനിച്ചപ്പോ തന്നെ വളരെ ജീനിയസ് ആയിട്ടാണ് ജനിച്ചത്. നിന്നെ ട്രെയിൻ ചെയ്യാൻ വളരെ ഈസിയാണ്. എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് തന്നെ നീ പിക്കപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോവാന്ന് പറഞ്ഞ് അവര് വീണ്ടും മുൻപോട്ട് നടന്ന് കാടിന്റെ നടുവിലിരുന്ന് ചെറിയൊരു തീയൊക്കെ ഉണ്ടാക്കി ഭക്ഷണം പാകം ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹിറ്റാച്ചി പറയും, നമ്മൾ കാട്ടിൽ തീ ഉണ്ടാക്കിയ ശത്രുക്കൾ ഒരുപക്ഷെ നമ്മളെ തിരിച്ചറിയില്ലേ? അതിന് സി പറയും, ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഭക്ഷണവും എനർജിയും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ എതിരാളികളെ കീഴ്പ്പെടുത്താൻ കഴിയൂ. സോ എവിടെ പോയാലും നമുക്ക് സർവൈവ് ചെയ്യാൻ കഴിയണം. അതിനുവേണ്ടിയാണ് ഈ ഒരു സ്റ്റെപ്പ് ഇതിൽ ഉൾപ്പെടുത്തിയത്. ഹിറ്റാച്ചി പറയും, എന്റെ സ്കില്ല് അതിനിയും ഒരുപാട് വളർത്താനുണ്ട്. എന്റെ സ്കില്ല് അതെനിക്ക് കുറച്ചെങ്കിലും ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും എന്റെ ഫ്രണ്ട് അവനിപ്പോ എന്റെ കൂടെ ഉണ്ടായിരുന്നേനെ. സി ഉച്ചിഹ, ഞാൻ നിങ്ങളോട് ഒരു കള്ളം പറഞ്ഞു. ഞാൻ എന്റെ ശരീരം കണ്ണ് അത് ഓൾറെഡി അവേക്കൻ ചെയ്ത് കഴിഞ്ഞു. അത് കേട്ട് സി ഷോക്കായിട്ട് ഹിറ്റാച്ചിയെ നോക്കും. സി പറയും, ഇത്രയും കാലവും നീ ഇത് മറച്ചു വെച്ചു അല്ലേ? ഇനിയും ഇതുപോലെ കള്ളത്തരങ്ങള് പറയാൻ പാടില്ല. നീ എപ്പോഴും സാഡ് മൂഡിലാണ്. നീ വീട്ടിലും ഇങ്ങനെ തന്നെയാണോ? അത് മറയ്ക്കാനാണോ നീ ട്രെയിനിങ്ങിന് വേണ്ടി എന്നോടൊപ്പം വരുന്നത്? അത് കേട്ട് ഹിറ്റാച്ചി അവൻ ഷോക്കാവും. കാരണം സി ഉച്ചിഹയ്ക്ക് ഹിറ്റാച്ചിയുടെ എല്ലാ കാര്യങ്ങളും അവന്റെ ഇമോഷൻസും ഒക്കെ തന്നെ പിടികിട്ടിയിരിക്കുകയാണ്. എന്റെ പപ്പയ്ക്ക് പോലും ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് മാത്രമാണ് അതിന് കഴിഞ്ഞത്. അങ്ങനെ ഒരു കാര്യമായിട്ട് സംസാരിക്കുമ്പോഴായിരിക്കും അൻപു ബ്ലാക്ക് ഓപ്സുകാര് ഏതോ ഒരുത്തനെ അറ്റാക്ക് ചെയ്ത് കയറ് വെച്ച് കെട്ടിവലിച്ച് അവിടുന്ന് കൊണ്ടുപോകുന്നത് കാണുക. അത് കണ്ട സിയും ഹിറ്റാച്ചിയും അവർ രണ്ടുപേരും കത്തിയൊക്കെ എടുത്ത് അവിടേക്ക് പോവും. ഹിറ്റാച്ചി ആണെങ്കിൽ ആ അൻപു ബ്ലാക്ക് ഓപ്സിനോട് ചോദിക്കും, നിങ്ങളെന്തിനാ ഒരു ലീഫ് ഷിനോബിയെ തന്നെ ഇതുപോലെ അറ്റാക്ക് ചെയ്യുന്നത്? അതിന് അവര് പറയും, മിണ്ടിപ്പോവരുത്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ജീവൻ വേണമെങ്കിൽ ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടോ. അപ്പൊ അതിൽ വേറൊരു അൻപു ബ്ലാക്ക് ഓപ്സുകാരൻ അവൻ പറയും, ഞങ്ങൾ അറ്റാക്ക് ചെയ്തവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ തെറ്റ് ചെയ്തവരുടെ ഒരു സ്ക്രോള്
അതവന്റെ കയ്യിലുണ്ട്. ഞങ്ങൾ ഒരുപാട് ചോദിച്ചിട്ടും അതവൻ തരാൻ തയ്യാറാവുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അവനെ അറ്റാക്ക് ചെയ്തത്. അത് കേട്ട് ആ പരുക്ക് പറ്റിയ ആള് പറയും, എന്റെ കയ്യിലുള്ള ഈ ഒരു സിലിക്കൺ സ്ക്രോള് ഒരു കാരണവശാലും ഞാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കില്ല. അത് ഹൊക്കാഗയുടെ കയ്യിൽ മാത്രമേ ഞാൻ ഏൽപ്പിക്കൂ. അദ്ദേഹം മാത്രമാണ് ഈ കാര്യത്തിന് കറക്റ്റായിട്ട് ഒരു തീരുമാനം എടുക്കേണ്ടത്. തീരുമാനം എന്താണെങ്കിലും അത് ഹൊക്കാഗ മാത്രമേ എടുക്കാനായിട്ട് പാടുള്ളൂ. ഇവിടെ ഹിറ്റാച്ചി അവനാണെങ്കിൽ അത് കേട്ട് ഷോക്കാവും. ഇവനും സി ഉച്ചിഹയെ പോലെ തന്നെയാണ് ചിന്തിക്കുന്നത്. നമ്മുടെ ആൾക്കാർ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപേ ആ അൻപു ബ്ലാക്ക് ഓപ്സ് അവർ വീണ്ടും അവരുടെ സ്ക്വാഡ് എടുത്ത് അവനെ ഒരൊറ്റ വെട്ടിന് അങ്ങനെ കൊന്നു കളയാണ്. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പ ട്വിസ്റ്റ്. അതവന്റെ വേറൊരു വാട്ടർ ക്ലൗൺ ആയിരിക്കും. അത് കണ്ട് മറ്റൊരു അൻപു ബ്ലാക്ക് ഓപ്സുകാരൻ അവൻ ചിരിക്കും. അവൻ പറയും, പേടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ അവന്റെ കാലിൽ ചുറ്റിയ ആ ഒരു വയറ് അതില് പോയിസൺ ഉണ്ട്. ഇവിടെ സി ഉച്ചയ്ക്കാണെങ്കിൽ അത് കണ്ട് കലിയിളകും. അവൻ ചോദിക്കും, നിങ്ങൾ എല്ലാവരും ആ ഡാസോ അവന്റെ അണ്ടറിലുള്ള അൻപു ബ്ലാക്ക് ഓപ്സ് അല്ലേ? നിങ്ങൾക്കൊരിക്കലും ഒരാളെ കൊല്ലാനുള്ള അധികാരമില്ല. ഇതൊരിക്കലും ഞങ്ങൾ വെറുതെ വിടില്ല എന്ന് പറയും. അതിന് അൻപു ബ്ലാക്ക് ഓപ്സ് അവരാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യാൻ റെഡിയാവും. ഉടനെ സി ഉച്ചിഹ അവന്റെ ശരീരം കണ്ണ് അത് അവേക്കൻ ചെയ്ത് അങ്ങനെ നിൽക്കുകയാണ്. ഹിറ്റാച്ചിക്കും അത് കണ്ട് ആവേശം കയറും. അവനും ഫൈറ്റ് ചെയ്യാൻ തയ്യാറായി. ഉടനെ രണ്ട് ടീമും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് ഒരിഞ്ഞ അട്ടി ബഹളം. സി ഉച്ചിഹയുടെ ഫൈറ്റ് കണ്ട് ഇപ്പൊ ഹിറ്റാച്ചി അവനങ്ങനെ വണ്ടടിച്ച് ഷോക്കായിട്ട് നിൽക്കുകയാണ്. സി ഉച്ചിഹ ആണെങ്കിൽ അങ്ങനെ ചാടി വന്ന് ഒരു അൻപു ബ്ലാക്ക് ഓപ്പിന്റെ കഴുത്തില് ആഞ്ഞു ചവിട്ടും. പക്ഷെ അവനാണെങ്കിൽ ഒരു പോറല് പോലും ഏൽക്കില്ല. അവൻ ചിരിക്കും. അവൻ സിയോട് പറയും, എന്റെ ഫ്രണ്ട് ആ ഹിറ്റാച്ചി അവനിപ്പോ ഫൈറ്റ് ചെയ്യുന്നത് നമ്പർ 1 കുണോയിച്ചിയുടെ അടുത്താണ്. അവനെ കൊണ്ട് ഒരിക്കലും അവളുടെ മുൻപിൽ പിടിച്ചു നിൽക്കാനായിട്ട് കഴിയില്ല. സോ അവൻ മരിക്കുന്നത് നിനക്ക് നിന്റെ കണ്ണുകൊണ്ട് അടുത്ത നിമിഷം തന്നെ കാണാൻ കഴിയും. കട്ട് ചെയ്ത ആ കുണോയിച്ചി അവൾ ഒരുപാട് കത്തികളും ഷുരീങ്കൻസും ഒക്കെ തന്നെ സാസുവയ്ക്ക് നേരെ ഹിറ്റാച്ചിക്ക് നേരെ അറഞ്ചം പുറഞ്ചം വലിച്ചെറിയും. ഹിറ്റാച്ചി ആണെങ്കിൽ വളരെ സിമ്പിളായി അത് മുഴുവൻ തട്ടിത്തെറിപ്പിച്ച് അവളുടെ അടുത്തേക്ക് കുതിച്ചു പായാണ്. അവനും അവന്റെ ശരീരം കണ്ണ് അത് അവേക്കൻ ചെയ്ത് അവളെ നോക്കി നിൽക്കും. അവളാണെങ്കിൽ ഹിറ്റാച്ചിയുടെ ശരീരം കണ്ണ് അത് കണ്ട് ഷോക്കാവും. ഇത്ര ചെറുപ്പത്തില് ഇവന് ശരീരൻ അവേക്കനായോ ചോദിച്ച് അവൾ വീണ്ടും ഒരുപാട് കത്തികള് അവന് നേരെ വലിച്ചെറിയും. ഹിറ്റാച്ചി വീണ്ടും അതൊക്കെ തന്നെ സിമ്പിളായി തട്ടിത്തെറിപ്പിക്കും. ഉടനെ അവള് പറയും, നീ എന്തൊക്കെ ചെയ്തിട്ടും ഒരു കാര്യമില്ല. ഓൾറെഡി നിന്റെ മൂവ്മെന്റ്സ് അത് മുഴുവൻ ഞാൻ കോപ്പി ചെയ്ത് കഴിഞ്ഞു. സോ നിന്റെ മൂവ്മെന്റ് മനസ്സിലാക്കിയായിരിക്കും ഇനി ഞാൻ നീയുമായിട്ട് ഫൈറ്റ് ചെയ്യുക. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. ഹിറ്റാച്ചി ആണെങ്കിൽ അവളുടെ മൂവ്മെന്റ്സ് എല്ലാം തന്നെ ഓൾറെഡി കണ്ടുപിടിച്ചിരുന്നു. അവൻ അവളുടെ ത്രെഡ് വെച്ച് തന്നെ ഇപ്പൊ അവളെ ലോക്ക് ചെയ്ത് അനങ്ങാൻ പറ്റാതെ ഫ്രീസാക്കി നിർത്തും. അതേസമയം ഇവിടെ സി ഉച്ചിഹ അവനാണെങ്കിൽ അവന്റെ ഒരുപാട് ഷാഡോ ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്ത് അൻപു ബ്ലാക്ക് ഓപ്സിനെ അങ്ങനെ അറഞ്ചം പുറഞ്ചം തല്ലിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഒരുപാട് നേരം നമ്മുടെ രണ്ട് ചെക്കന്മാരും ഫൈറ്റ് ചെയ്ത് അൻപു ബ്ലാക്ക് ഓപ്സിനെ അവിടുന്ന് വിരട്ടി ഓടിക്കും. പിന്നീട് ആ കാട് മുഴുവൻ അവര് കയറി ഇറങ്ങി പരുക്ക് പറ്റിക്കിടന്ന ഒരു അൻപു ബ്ലാക്ക് ഓപ്സുകാരനെ അവനെ രക്ഷപ്പെടുത്തി താഴേക്ക് കൊണ്ടുവരും. അപ്പൊ അവിടേക്ക് കുറച്ച് ജൊനിയൻസ് എത്തും. അവരോട് ഇപ്പൊ സി ഉച്ചിഹ അവൻ നടന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പരുക്ക് പറ്റിയ അൻപു ബ്ലാക്ക് ഓപ്സുകാരനെ അവരുടെ കയ്യിൽ ഏൽപ്പിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ഹിറ്റാച്ചിയും സി ഉച്ചിഹയും അവർ രണ്ടുപേരും തിരികെ ഗ്രാമത്തിലേക്ക് പോവാണ്. ഹിറ്റാച്ചിയുടെ കാല് അത് ഉളുക്കിയതുകൊണ്ട് തന്നെ പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് അവനെ സി ഉച്ചിഹ തോളത്ത് തൂക്കിയെടുത്തായിരിക്കും ഗ്രാമത്തിലേക്ക് കൊണ്ടുപോവുക. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഹിറ്റാച്ചി അവനിപ്പോ വളർന്നിരിക്കുകയാണ്. വളർന്നു വലുതായ ഹിറ്റാച്ചി അവനിപ്പോ അൻപു ബ്ലാക്ക് ഓപ്സ് ടീമില് ഒരു മെമ്പറായി തീരും. ഹിറ്റാച്ചി ഫുൾ സ്ട്രെങ്തില് ബാക്കിയുള്ള അൻപു ബ്ലാക്ക് ഓപ്സിനോട് പറയും, ഇനി മുതൽ ഞാനും ഈ ലീഫ് വില്ലേജിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പോവുകയാണ് എന്ന് പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.